ഒരു ദൈവശബ്ദമോ ഒരു വാക്തത്വമോ ഒരു ദൈവകൽപ്പനയോ നിങ്ങളുടെ മേൽ സ്വർഗമിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയ്ക്ക് മീതെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങളെ തകർക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിങ്ങളുടെ മേലൊരു ദൈവ പദ്ധതിയുള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ, നിങ്ങളെ പിടിച്ചമർത്താൻ, നിങ്ങൾക്ക് പരിമിതി ഇടാൻ, നിങ്ങൾക്ക് ബൗണ്ടറി ഇടാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നിങ്ങളുടെ അകത്ത് പകർന്നത്, നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്നത് ഉയരത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി പിതാവായ ദൈവം ഇപ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10-18 ഇങ്ങനെ പറയുന്നു, നിനക്ക് ജീവനെ കൊടുക്കുവാനും തിരിച്ചു പ്രാപിക്കുവാനും, ജീവനെ തിരിച്ചു പ്രാപിക്കുവാനും അധികാരമുണ്ടെന്ന് ഒരു കൽപ്പനയായിട്ട് കൈമാറി. ഈ കൽപ്പനയും ഈ ദൈവശബ്ദവും ഈ ദൈവപദ്ധതിയും അകത്ത് വഹിക്കുന്ന യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ച് മരണശക്തികൾ പിടിച്ചു വെക്കാൻ നോക്കി. വചനം ഇങ്ങനെ പറയുന്നത്, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എന്താ കാരണം? ജീവിച്ചെഴുന്നേൽക്കുവാനുള്ള ദൈവകൽപ്പന യേശുവിൻ്റെ ഉള്ളിൽ പിതാവായ ദൈവത്തിൽ നിന്ന് ഒരു കൽപ്പന പോലെ ലഭിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ പറയാം, നിങ്ങളുടെ മേൽ ഒരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങളെ കുറിച്ച് ഒരു ദൈവ വാക്തത്വം കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ പാരമ്പര്യ ശക്തികൾക്ക് കഴിയത്തില്ല. നിങ്ങളെ പിടിച്ചടക്കാൻ ദേശാന്തര ശക്തികൾ കഴിയത്തില്ല. നിങ്ങളെ ഒതുക്കാൻ, നിങ്ങൾക്ക് പരിമിതി ഇടാൻ, ബൗണ്ടറി ഇടാൻ, നിങ്ങളെ തടഞ്ഞു വെക്കാൻ ഉലകത്തിലെ ഒരു ശക്തി കഴിയത്തില്ല. മരണത്തിനോ പാതാളത്തിനോ രോഗശക്തികൾക്കോ ഭൂതശക്തികൾക്കോ ഒരു മന്ത്രവാദത്തിനോ ഒരു ആഭിചാര ശക്തികൾക്കോ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ അകത്ത് ഒരു ദൈവ പദ്ധതി ഇരിപ്പുണ്ട്. ആ പദ്ധതി തീരാതെ നിങ്ങളെ തൊടാൻ ഉലകത്തിലെ ഒരു ശക്തിയും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം കൈമാറിയ വാക്തത്വങ്ങളിൽ, ദൈവം കൈമാറിയ ദൈവശബ്ദങ്ങളിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.